ഹായ് ഓൾ അസ്സലാമു അലൈക്കും. നമുക്ക് ബ്രെഡ് വെച്ച് നല്ല എളുപ്പത്തിൽ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആദ്യം ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ക്യാബേജ്, 1/2 കപ്പ് ക്യാരറ്റ്, പിന്നെ 1/2 കപ്പ് ക്യാപ്സിക്കം, 1/2 കപ്പ് ചിക്കൻ വേവിച്ചത്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചതാണ്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മയണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കനിലും മയോണൈസിലും ഉപ്പുണ്ട്. അപ്പോൾ ബാക്കി വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റിൽ ബ്രെഡ് ക്രംസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ 2 ബ്രെഡ് ഒന്നിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് മുട്ടൻ്റെ മിക്സിലൊന്ന് നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഡിപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കണം എല്ലാ സൈഡും. ഇതുപോലെ ഈ 2 ബ്രെഡ് വെച്ചിട്ട് എല്ലാം ചെയ്തെടുക്കാം. ഇനി ഈ ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ബ്രൗൺ കളറായി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി വരും. ഇനി എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ ബാക്കി ബ്രെഡും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഫ്രൈ ചെയ്ത ബ്രെഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാനിത് റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ബ്രെഡിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. വീട്ടിൽ ക്യാബേജും ക്യാരറ്റെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇല്ലെങ്കിൽ ഇതിന് പകരം മുട്ട പുഴുങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ എല്ലാത്തിലും ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ട്രയാങ്കിളായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഇതുപോലെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ നമ്മുടെ ഷവർമ ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.